ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംഗതി പറഞ്ഞു നിർത്തിയിരുന്നു, അതായത് റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കണക്ക് തുടങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. ഇത് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക്, അത്രത്തോളം മനോഹരമായിട്ട് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സും ഇതിന്റെ തൊട്ട് പിന്നിലത്തെ ക്ലാസ്സും നിങ്ങൾ നിർബന്ധമായും നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണം. അത് മസ്റ്റാണ്. ഇവിടെ ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഞാൻ ഇന്ന് മറ്റൊരു കാര്യമാണ് പറയുന്നത്. നമുക്കൊരു അക്കൗണ്ടിങ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻസ്, അതാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇതിലേക്ക് പോകാം. അക്കൗണ്ടിങ് ഇക്വേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ബേസിസ് തന്നെ ഇതാണ്. ഈ ഒരു ബേസിസിലാണ് അക്കൗണ്ടിങ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു അടിത്തറ തന്നെയാണ് ഈ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അസറ്റ്, ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ അസറ്റ് കിട്ടണമെങ്കിൽ ആ സ്ഥാപനത്തിലെ ടോട്ടൽ ലയബിലിറ്റിയും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ ഓണറുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഇക്വിറ്റിയും തമ്മിൽ കൂട്ടിയാൽ മതി. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാനൊരു സംഗതി പറഞ്ഞുതരാം. ഇപ്പോ ക്യാപിറ്റലിന്റെ വില ഒരു 3 രൂപയാണെന്ന് വിചാരിക്കുക. അതുപോലെ ലയബിലിറ്റിയുടെ വില ഒരു 7 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 7 + 3 = 10 എന്നാണ് വരിക. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതെന്താ സംഭവം? ഒരു സ്ഥാപനത്തിന്റെ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ലയബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. ഔട്ട്സൈഡേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യത നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ ലയബിലിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചത്. അതിൽ ലോങ് ടേം ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വേറെ ഒക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ ലയബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഒരു ബിസിനസ് മാൻ അദ്ദേഹം ബിസിനസ്സിലേക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ ക്യാപിറ്റൽ എന്ന് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ലയബിലിറ്റിയും ക്യാപിറ്റലും കൂട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ടോട്ടൽ നെറ്റ് വർത്ത് അസറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം ഒന്നും കൂടെ. അപ്പോ ഇവിടെ നിങ്ങൾ നോക്ക്, 10 രൂപ ഈ 7 രൂപയും 3 രൂപയും കൂട്ടിയിട്ടാണ് കിട്ടിയത്. അപ്പോ നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ ക്യാപിറ്റലിന്റെ വാല്യൂ 3 ആണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ 3 എന്നുള്ള സംഖ്യയാണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള സംഖ്യയിൽ നിന്ന്, അതായത് 10ൽ നിന്ന് 7 അല്ലേ കുറയ്ക്കേണ്ടത്? 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആണ്, 7 എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. അപ്പോ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്, അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കും, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എടുക്കുക, ഇതിന് ഇതുപോലെ ഒരു വാല്യൂ കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ബാക്കി എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ക്യാപിറ്റൽ കണ്ടുപിടിച്ചതിന് ശേഷം ലയബിലിറ്റി ആണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, ലയബിലിറ്റീസ്. അപ്പോ ഇവിടെ നോക്ക്, ക്യാപിറ്റൽ 3 കണ്ടുപിടിച്ചത് 10 - 7 ആണ്. ഓക്കെ, അതുപോലെ ലയബിലിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കൊടുത്തത് 7 ആണ്. 7 ഇവിടെ ഉത്തരം കിട്ടണമെങ്കിൽ 10ൽ നിന്ന് 3 കുറയ്ക്കണം. അതായത് 10 എന്ന് പറയുന്നത് അസറ്റ് ആണ്. സോ അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഏറ്റവും പ്രാഥമികമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ സാധനത്തിനാണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത്. അതിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഇതറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം അറിയാൻ പറ്റും.
എക്സാമിന് ഇത് നിങ്ങളോട് ചോദിക്കുക, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി മൈനസ് ക്യാപിറ്റൽ, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ലാബിലിറ്റി. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ട് തരും. അപ്പോൾ നമ്മൾ അതിൽ വീണു പോകാൻ പാടില്ല. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്തെടുക്കാൻ നമ്മൾ കൊണ്ട് പറ്റണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റെന്തും തിരിച്ചു മറിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് അത് അറിയണം. ഒരു കാരണവശാലും ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല. അത്ര സിമ്പിൾ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് 2 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പിന്നോട്ട് വീഡിയോ വരിക, അതിനുശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തത് കാണുക. ഓക്കെ, ഞാനിത് നിർത്തുകയാണ്. ക്ലിയർ? ഓക്കെ, ശരി. ഞാൻ ഇപ്പം പഠിപ്പിച്ചിട്ടുള്ള ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കണക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് കറക്റ്റ് ആണ് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കണമല്ലോ. നിങ്ങൾക്കിപ്പോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് തിയറി മാത്രമേ അറിയുള്ളൂ. എന്തായി പറഞ്ഞതെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഞാൻ പറയുന്ന സാധനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് അറ്റൻഷൻ തരിക. ഇവിടെ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അറിയാം, ഒരു അസറ്റ് എന്നുള്ള ഐറ്റത്തിനെ കണ്ടു കഴിഞ്ഞാൽ, ക്യാപിറ്റലിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ലാബിലിറ്റി ഐറ്റത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതൊക്കെ അറിയണേ, നിർബന്ധമാണേ. ഇതൊക്കെ അറിയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലേ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഐറ്റംസ് ഓരോന്നും എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ആർക്കെങ്കിലും ഇല്ലാന്ന് ഇപ്പൊ സംശയം ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വേർഡെല്ലാം കൃത്യമായിട്ട് മൈൻഡിലേക്ക് കയറ്റിയിട്ടുള്ളേ. ഒന്നുകൂടി ഞാൻ പറയാണേ, ശ്രദ്ധിച്ചോളണം. ഓക്കെ ഓക്കെ, ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം എഴുതാൻ പോവാണ്. ആനന്ദ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞല്ലോ അസറ്റ് സമം ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് പ്രൂവ് ചെയ്യിക്കണം. ഒരു സ്ഥാപനത്തിലെ അസറ്റുകളും ലാബിലിറ്റിയും ക്യാപിറ്റലും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻസ് ആ ലാബിലിറ്റി അസറ്റ് എടുത്തുകൊണ്ട് കറക്റ്റ് ആണെന്ന് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോ, ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. എന്താ ട്രാൻസാക്ഷൻ? ഇടപാട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഡീലിങ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും മോസ്റ്റ് പ്രൈമറി ആയിട്ടും ആദ്യമായിട്ട് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ആ ഡീലിങ്സ്. ഇവിടെ ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു നിശ്ചിത പൈസ കൊണ്ടുവന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. 50,000 രൂപയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. 50,000 രൂപ കൊണ്ട് ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അതിന് പറ്റുമോ ഇല്ലയോ എന്നുള്ള അങ്ങനെ ലോജിക് ഒന്നും ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട. 50,000-ന് പിന്നെ ഒരു പെട്ടിപ്പീടിയ പോലും ചിലപ്പം തുടങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ വരും. അതൊന്നും നിങ്ങൾ ഇവിടെ കെയർ ചെയ്യണ്ട. നമുക്ക് ഇതിന്റെ ലോജിക് അല്ല ഇവിടെ വിഷയം. നമുക്ക് ഈ തിയറി കറക്റ്റ് കൃത്യമായിട്ട് സാധനം കിട്ടണം. ഇനിയിപ്പോൾ 50,000 മാറ്റി നിങ്ങൾ 5 ലക്ഷം ആക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനിത് എളുപ്പത്തിന് 50,000 പറഞ്ഞു. ക്ലിയർ? ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു റിസീവിങ്ങും ഗിവിങ്ങും ഉണ്ടല്ലോ. റിസീവിംഗ് ഉണ്ട്, ഒരു ഗിവിംഗ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു റിസീവിംഗ് ഇവിടെ ഉണ്ട്, ഒരു ഗിവിംഗ് ഉണ്ട്. റിസീവിംഗ് എന്താ? റിസീവിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു എന്നുള്ളതാണ്. ഒരാൾ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടത്തേക്ക് പണം കൊടുക്കുകയാണ്. എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസിന്റെ ഓണർ ആണെങ്കിലും പൈസ ബിസിനസ്സിലേക്ക് തന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു വായ്പ എന്നോണമാണ്. ഒരു വായ്പയായിട്ടാണ് ആ പൈസ കിട്ടിയത്. ഓക്കെ, അങ്ങനെ ക്യാഷ് നമുക്ക് വരുന്നു. അപ്പോ ആനന്ദാണിത് തന്നത്. സോ ആനന്ദ് ക്യാപിറ്റൽ ഇങ്ങനെ എഴുതുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ ക്യാഷും ഉണ്ട്, ആനന്ദ് ക്യാപിറ്റലും ഉണ്ട്. ഈ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം അസറ്റ് എന്ന് പറയുന്ന ഹെഡിന്റെ ഉള്ളിൽ പെടുന്നതാണ്. കറണ്ട് അസറ്റ് ആണ് ആക്ച്വൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കോമൺലി പറയുമ്പോൾ അസറ്റ് ആണ്, സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടേ, ഓർമ്മ വേണേ. ഓക്കെ, അപ്പോ നമുക്ക് 50,000 രൂപ കിട്ടി എന്നല്ലേ അതിന്റെ അർത്ഥം? 50,000 രൂപ ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ അതൊരു അസറ്റ് ആണ്. ഈ ക്യാഷ് ഒരു അസറ്റ് ആണ്. സോ ഞാനിവിടെ 50,000 എഴുതി. ഇനി ആനന്ദ് ക്യാപിറ്റൽ
ആനന്ദ് നമുക്ക് ഇങ്ങോട്ട് തരികയാണ്, അല്ലെ, ഗിവറാണ്. അപ്പോ ആനന്ദ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു 50,000 അവിടെ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, 50,000 ഇവിടെ കിട്ടി, 50,000 ഇവിടെയും കിട്ടി, അങ്ങനെ 1 ലക്ഷം കിട്ടി, അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. അങ്ങനെയൊന്നുമല്ല. ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റിസീവിങ്ങും ഒരു ഗിവിങ്ങും ആസ്പെക്ട് ഉണ്ടാകും. ഇവിടെ റിസീവിങ് ആസ്പെക്ട് ക്യാഷ് ആണ്. 50,000 ബിസിനസ്സിലേക്ക് വന്നു, ഞാനിവിടെ അസറ്റ് ആണ് അതുകൊണ്ട് അസറ്റിന്റെ അടിയിൽ 50,000 എഴുതി വെച്ചു. ഓക്കെ, ഇനി അത് തന്നയാള് ആനന്ദാണ്. ആനന്ദ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന പൈസ അല്ലെങ്കിൽ ഇറക്കിയ പൈസ ആയതുകൊണ്ട് അതിനെ ആനന്ദ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോ ആനന്ദ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിന്റെ അടിയിൽ വന്നു. അപ്പൊ നോക്ക്, ഈ ഒരു ട്രാൻസാക്ഷൻ പ്രകാരം നമുക്ക് 50,000 രൂപയുടെ അസറ്റ് കിട്ടി, 50,000 രൂപയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ നോക്ക്, ആ ഒരു ട്രാൻസാക്ഷൻ കാരണം കൊണ്ട് നമുക്ക് 50,000 രണ്ട് സൈഡിൽ ഒരേ സംഖ്യ അല്ലേ. ഇവിടെ ലാബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്, ഒന്നുമില്ല. ഈ ട്രാൻസാക്ഷനിൽ ലാബിലിറ്റി 0 ആണ്. സോ 50,000 പ്ലസ് 0 50,000 പ്രൂവ്ഡ് ആയല്ലോ. സംഭവം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഈ ഒരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിസീവും ഗിവിങ്ങും കണ്ടുപിടിച്ചപ്പോൾ അത് രണ്ട് സൈഡും ടോട്ടൽ ചെയ്തപ്പോൾ അസറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ സൈഡ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇത് മയക്കാണ്, നന്നായിട്ട് ആ ട്രാൻസാക്ഷൻ പ്രകാരം നമുക്ക് അത്രയുണ്ട്. ഇനി ഓരോന്ന് ചെയ്യും തോറും ഇത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് നോക്കാം. പർച്ചേസ്ഡ് ഓർ പർച്ചേസസ് മെഷീനറി. അതിന്റെ പൈസ എത്രയാ? 10,000. അപ്പോൾ ഓൾറെഡി നമുക്ക് 50,000 ക്യാഷ് കിട്ടിയിട്ടുണ്ട്. 50,000ത്തിന്റെ സെയിം ക്യാപിറ്റൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഉണ്ട്. അടുത്തൊരു ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുകയാണ്. ഈ ബിസിനസ്സിലേക്ക് നമ്മൾ സാധനങ്ങൾ മേടിച്ചു. എന്ത് സാധനം മേടിച്ചേ? വിൽക്കാനുള്ള സാധനം അല്ല മേടിച്ചേ, മിഷനറി എന്ന് പറയുന്ന ഒരു സാധനമാണ് മേടിച്ചത്. മിഷനറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിക്സഡ് അസറ്റ്. കോമൺലി അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ 10,000 രൂപയുടെ മിഷനറി നമ്മളെ ബിസിനസ്സിലോട്ട് വരികയാണ്. അപ്പൊ അതാണ് റിസീവിങ്. 50,000 രൂപയുടെ മിഷനറി. ഓക്കെ, ഇനി ഗിവിങ് എന്താ? നിങ്ങൾ 50,000 രൂപ 50,000 അല്ലേടാ, 10,000 രൂപ. 10,000 രൂപയുടെ അല്ലേ, 10,000 അല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത്. 10,000 രൂപയുടെ മിഷനറി നിങ്ങളെ ബിസിനസ്സിലോട്ട് വരികയാണ്. നിങ്ങൾക്ക് 10,000 രൂപ വാല്യൂ ഉള്ള ഒരു മെഷീനറി കിട്ടുമ്പോൾ അത്രയും പൈസ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണമല്ലോ. ആരാണോ നിങ്ങൾക്ക് തന്നത് അയാൾക്ക് കൊടുക്കണമല്ലോ. അപ്പോ നിങ്ങളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട് അല്ലേ? എത്ര? 10,000 ക്യാഷ് പോയിട്ടുണ്ട്. 10,000 പോയിട്ടുണ്ട്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് 10,000 രൂപ പോയിട്ടുണ്ട്. അത് നേരത്തെ 50,000 ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ, അതിൽ നിന്നാണ് 10,000 പോയത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ക്യാഷ് ലെസ് ചെയ്യാം. എത്ര? 10,000. അപ്പൊ 50,000 10,000 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങളെ കയ്യിൽ എത്രയായി? 40,000 ആയി. കുറഞ്ഞു. ഓൾറെഡി 50 ഉണ്ടായിരുന്നു, ഇപ്പം മെഷീനറി മേടിക്കാൻ 10,000 കൊടുത്തു. അപ്പൊ എന്ത് ചെയ്ത്? ആ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 10,000 കുറഞ്ഞു, 40,000 ആയി. ക്ലിയർ? ഇനി നിങ്ങൾക്ക് അതേസമയം മറ്റൊരു അസറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏത്? മിഷനറി എന്ന് പറയുന്നത് അസറ്റ് തന്നെയാണ്, ഇതിന്റെ അടിയിൽ തന്നെ വരുന്ന. അപ്പോ അത്രയും രൂപയുടെ മിഷനറി ഇങ്ങോട്ട് വന്നു. എത്ര രുപേന്റെ? 10,000ത്തിന്റെ. അപ്പൊ അത് നിങ്ങൾ ആഡും ചെയ്യണം. 10,000. ഇതെന്താ സാധനം? മെഷീനറിയാണ്. ഇതെന്തായിരുന്നു സംഭവം? ഇത് ക്യാഷ് പോയതാണ്, അതുകൊണ്ടാണ് ലെസ് ചെയ്തത്. അപ്പോ 40 10 50,000 തന്നെ, പഴയ പൈസയിൽ തന്നെയായി. അപ്പൊ ഇവിടെ രണ്ടിടത്തിലും ഒരു എഫക്റ്റും ഇവിടെ വരുന്നില്ല, ഇവിടെയും ഒരു എഫക്റ്റും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ എത്രയാ? 50,000 തന്നെയാണ് ഇവിടെ ഉള്ളത്. 50,000 നിലവിൽ 50,000. 5 ലക്ഷം എന്നായി പോയതാണ്, 50,000 ആണ്. അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം. ഒന്ന് വീഡിയോ റിപ്പീറ്റ് ബാക്കോട്ട് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് കാണുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടേ അങ്ങോട്ട് പോകാവുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. കാരണം ഞാൻ ഇനിയും ഇതിങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീഡിയോ ആണല്ലോ, റെക്കോർഡഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും അത് കേൾക്കുമ്പോൾ ബോറടിക്കും. ഒന്നുകൂടി നിങ്ങൾ ഇത് കേൾക്കണം എന്ന് ആഗ്രഹിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക, ഒന്നുകൂടി കാണുക. ഓക്കെ, ഇനി ഞാൻ അടുത്ത പറയാണ്. ഇത് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം നിലവിൽ 50,000 രൂപയാണ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളത്.
ആദ്യം 50,000 ആയിരുന്നു, അതിൽ നിന്ന് 10,000 റുപ്യ മിഷനറി മേടിച്ചിട്ട് പോയി, അങ്ങനെ 40,000 ആയി. വീണ്ടും മിഷനറി എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങോട്ട് വരുന്നു, അപ്പോൾ ഒരു 10,000 രൂപയുടെ വാല്യൂ ഉള്ള ഒരു സാധനം വരുന്നതുകൊണ്ട് ആ അസറ്റിനെ നമ്മൾ ആഡ് ചെയ്തു, അങ്ങനെ 50,000 തന്നെയായി. ഇവിടെ മറ്റ് ചേഞ്ചസുകൾ ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് മായ്ക്കുന്നു, ഇത് മായ്ക്കാണേ. അടുത്ത ട്രാൻസാക്ഷൻ ബിസിനസ് പർച്ചേസസ് ഗുഡ്സ്. ബിസിനസ് purchases goods for credit rupees 7,600. ഓക്കെ, നമ്മളെ ബിസിനസ് കുറച്ച് ഗുഡ്സ് മേടിച്ചു, ആ 12,000 ആയിക്കോട്ടെ, ടെക്സ്റ്റിലുള്ളത് തന്നെ ആക്കാം, എന്നാൽ എനിക്ക് ആൻസർ മാച്ച് ചെയ്ത് നോക്കാൻ എളുപ്പമായിരിക്കും. ശരി, നിങ്ങൾ നോക്ക്, ബിസിനസ് പർച്ചേസസ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്. നമ്മളെ ബിസിനസ് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു, കടത്തിനാണ് മേടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ പൈസ കൊടുത്തിട്ടില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റ്, കടത്തിന്. ഓക്കെ, അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് എത്ര രൂപയുടെ സാധനം ഇങ്ങോട്ട് കിട്ടിയേ? 12,000 രൂപയുടെ സാധനം കിട്ടി. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് 12,000 രൂപ വാല്യൂ ഉള്ള സാധനങ്ങൾ കിട്ടി. അത് വാങ്ങിക്കൊണ്ടുവന്നല്ലേ, പർച്ചേസ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് പർച്ചേസ് ആണ്, പർച്ചേസ്. എത്ര രൂപയുടെ? 12,000 രൂപയുടെ. അപ്പൊ നിങ്ങൾക്ക് വന്നത്, റിസീവ് ചെയ്തത് 12,000 രൂപയുടെ സാധനമാണ്. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആണ്. അസറ്റ് ഇസിക്കൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ആണ് എന്ത്? ഗുഡ്സ് എന്ന് പറയുന്ന ആ സംഗതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ? ഇവിടെ 12,000 ഇവിടെ ആഡ് ചെയ്യണം. കാരണം നിങ്ങൾ 50,000 വാല്യൂ ഇപ്പൊ നിങ്ങളുടെ അടുത്തുണ്ട്, അതിന്റെ കൂടെ നിങ്ങളൊരു പുതിയ അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പൊ 12,000 അതിനെ ആഡ് ചെയ്യണം. 12,000 50ഉം 12ഉം 72,000. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഒരു ആസ്പെക്ട് എഴുതി കഴിഞ്ഞു. ഇനി ഗിവിംഗ് ആസ്പെക്ട് എന്താ? ഗിവിംഗ് ആസ്പെക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ, നിങ്ങളത് പോയിട്ടില്ല, പൈസ കൊടുത്തിട്ടല്ല മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗിവിംഗിൽ ക്യാഷ് എന്ന് എഴുതാമായിരുന്നു. പക്ഷെ നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. പിന്നെയോ നിങ്ങൾക്ക് കടത്തിനാണ് നിങ്ങൾ ഈ സാധനം മേടിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുത്തന് പൈസ കൊടുക്കാനുണ്ടല്ലോ, ഇല്ലേ? അപ്പോ ആ കൊടുക്കാനുള്ള വ്യക്തിയെ നമ്മൾ ക്രെഡിറ്റർ എന്നാ വിളിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് സുജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെ റഹീം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെ മാത്യു എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക, ആരും ആയിക്കോട്ടെ. നമുക്ക് സാധനം വിറ്റ ആ വ്യക്തി, അയാൾക്ക് ഇപ്പം നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്രെഡിറ്റർ ആണ്, ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോ അവിടെ ഒരു ക്രെഡിറ്റർ ഉണ്ട്. ക്രെഡിറ്റർ ഏതോ വ്യക്തി ആയിക്കോട്ടെ, ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ വരേണ്ടത് ഇവിടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ? ഇവിടെ 12,000 കാണിക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ എത്ര തന്നെയാ ഉള്ളത്? 50,000 തന്നെയുള്ളത്. അത് ഞാൻ ഇവിടെ ഇറക്കി എഴുതി. ഇപ്പം 12,000 വന്ന് 72,000. 50ഉം 12ഉം 72,000 അല്ലേ? 50ഉം 12ഉം കൂട്ടിക്കഴിഞ്ഞാൽ 72,000 കിട്ടും. അതേ 72,000 ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോ ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും റിസീവിംഗ് ആസ്പെക്ട് ഉണ്ട്, ഗിവിംഗ് ആസ്പെക്ട് ഉണ്ട്. ഈ റിസീവിംഗ് ഗിവിംഗ് ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ ഇങ്ങനെയുള്ള ഓരോ ഹെഡിലേക്ക് മാറ്റാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ രൂപപ്പെടുത്താൻ പറ്റും. ആ ഇക്വേഷൻ ആണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എപ്പോഴും ഒരു സ്ഥാപനത്തിലെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ക്യാപിറ്റലിനോടും ലാബിലിറ്റിയോടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ടെക്സ്റ്റ് ഒക്കെ ഉള്ള ആള് ചെയ്ത് നോക്കണം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ തരുന്നുണ്ട്. ഈ ക്ലാസ് ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്തൊന്ന് കാണണം, നിർബന്ധമാണ്. ഇത് ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല, 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.